നമ്മളിന്ന് നിൽക്കുന്നത് ചരിത്രവും ശാസ്ത്രവും ഭൗമരാഷ്ട്രീയവും ഒക്കെ ഒരുപോലെ മാറി മറിയുന്ന ഒരു വിചിത്രമായ ലോകത്താണ്. ഒരു വശത്ത് പെർഷ്യൻ കരുത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ചരിത്രം പേർന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള പവർ സ്ട്രഗിൾ പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റിയിരിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളും സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ക്യാമറകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പ്രവാസികളെ പോലും മുൾമുനയിൽ നിർത്തുന്നു. എന്നാൽ ഇതേ സമയം തന്നെ കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരുന്ന സിൽവർ പിറ്റ് ക്രേറ്റർ പോലുള്ള പ്രകൃതിയുടെ മാരകമായ ആയുധങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവരികയാണ്. മനുഷ്യൻ നിർമ്മിച്ച മിസൈലുകളെക്കാൾ ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഒരു ചെറിയ ആസ്ട്രോയിഡിന് കഴിയുമെന്ന് ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങളും പ്രകൃതിയുടെ നിഗൂഢമായ രഹസ്യങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സവിശേഷ സാഹചര്യത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വെൽക്കം ടു ലൂക്ക. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് വെറും ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ പോകുന്ന മഹാവിപത്തിന്റെ സൂചനകളാണ്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമായ കടലിലെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ ചാവേർ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 13 ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട അവകാശവാദം ശരിയാണെങ്കിൽ അമേരിക്കയുടെ ഈ അഭിമാന കപ്പൽ ഇപ്പോൾ ഒമാൻ കടലിന്റെ അടിത്തട്ടിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ പെന്റഗൺ പറയുന്നത് ഈ വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ് എന്നാണ്. കടലിലെ പടുകൂറ്റൻ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നേരെ ഇറാന്റെ ആക്രമണം നടന്നുവെന്ന വാർത്തകൾ ലോകത്തെ ഒരു പുതിയ യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഒമാൻ കടലിൽ വെച്ച് തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെ ഈ അഭിമാന കപ്പലിനെ തകർത്തുവെന്നും പരിക്കേറ്റ കപ്പൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയെന്നുമാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന അമേരിക്ക തങ്ങളുടെ നാവിക വ്യൂഹം സുരക്ഷിതമാണെന്ന് ആവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും പശ്ചിമേഷ്യയിലെ കരുത്തരുമായ ഇറാനും തമ്മിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ വാർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ പ്രതീകമാണ് നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ. ഇതൊരു സാധാരണ കപ്പലല്ല, മറിച്ച് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സൈനിക നഗരമാണ്. ഏകദേശം 1,00,000 ടണ്ണിലധികം ഭാരമുള്ള ഈ ഭീമൻ കപ്പലിന് 332 മീറ്ററിലധികം നീളമുണ്ട്. അതായത് ഏകദേശം 3 ഫുട്ബോൾ മൈതാനങ്ങൾ ചേർത്ത് വച്ചാലുള്ള അത്രയും വലിപ്പം. 5000-ലധികം സൈനികർക്ക് ഒരേ സമയം താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള സൗകര്യം ഇതിലുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലും അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തെത്തിക്കാൻ ഈ കപ്പലിന് സാധിക്കും. ഒരേ സമയം 90-ലധികം അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. F-35C ലൈറ്റ്നിംഗ്, F-A-18 സൂപ്പർ ഹോർണറ്റ് തുടങ്ങിയ മാരക പ്രഹരശേഷിയുള്ള വിമാനങ്ങൾ ഇതിന്റെ ഡെക്കിൽ നിന്ന് പറന്നുയരാൻ സജ്ജമായി നിൽക്കുന്നു. വെറും ഒരു കപ്പൽ എന്നതിലുപരി ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം പോലെയാണ് അമേരിക്ക ഈ കപ്പലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നേരെയുള്ള ഏതൊരു ആക്രമണവും അമേരിക്ക നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം തങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ നിന്ന് 340 കിലോമീറ്റർ അകലെ വെച്ചാണ് എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണം നടത്തിയത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള സംയുക്ത ആക്രമണമായിരുന്നു ഇതെന്നും ഇതിലൂടെ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുവെന്നുമാണ് ഇറാന്റെ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ ഒമാൻ കടലിൽ നിന്ന് അതിവേഗം പിൻവാങ്ങിയെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. വെറുമൊരു കപ്പലിനെ മാത്രമല്ല, ബെഹ്റിനിലെ അമേരിക്കൻ നാവിക ആസ്ഥാനമായ 5th ഫ്ലീറ്റിന് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നുണ്ട്. തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിന് കാണിച്ചു കൊടുക്കാനും മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനുമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ അമേരിക്കൻ നിരീക്ഷണ സംവിധാനങ്ങൾ തകർത്തതായും ഇന്ധന ടാങ്കറുകൾക്ക് നാശനഷ്ടം വരുത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നു. എങ്കിലും ഇതിനാധാരമായ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇറാന്റെ അവകാശവാദങ്ങളെ പാടെ തള്ളിക്കളയുന്ന സമീപനമാണ് പെന്റഗൺ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ വിമാനവാഹിനി കപ്പലിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നും അത് സുരക്ഷിതമായി മേഖലയിൽ തുടരുന്നുണ്ടെന്നുമാണ് അമേരിക്കൻ നാവികസേനയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഒമാൻ കടലിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു എന്ന കാര്യം അമേരിക്ക പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിന് തൊട്ടടുത്തെത്തിയ ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. പ്രാഥമികമായി കപ്പലിലെ പീരങ്കികൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. അമേരിക്കൻ ഡെസ്ട്രോയറിൽ നിന്നുള്ള 5-inch Mark 45 ഗൺ ഉപയോഗിച്ച് നടത്തിയ ഈ വെടിവയ്പ് ലക്ഷ്യം കണ്ടില്ലെന്നും തുടർന്ന് ഹെൽ ഫയർ മിസൈലുകൾ വഹിച്ച ഹെലികോപ്റ്ററുകൾ രംഗത്തിറങ്ങിയെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഹെൽ ഫയർ മിസൈലുകൾ ഇറാൻ കപ്പലിൽ പതിച്ചതായും പറയപ്പെടുന്നു. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ തങ്ങളുടെ പ്രതിരോധ കവചം ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. എബ്രഹാം ലിങ്കൺ പോലെ ഒരു വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചു കീഴടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ അകമ്പടിയോടെയാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത് തന്നെ. ഇതിനു ചുറ്റും കാവലായ USS Provence, USS മൈക്കൽ മർഫി തുടങ്ങിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എപ്പോഴും ഉണ്ടാകും. സമുദ്രത്തിനടിയിലുള്ള ശത്രു മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താൻ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക റേഡാറുകളും പ്രതിരോധ മിസൈലുകളും ഈ കപ്പലിന്റെ ഭാഗമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇറാന്റെ പക്കലുള്ള ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ ഈ പ്രതിരോധ കവചം ഭേദിച്ച് കപ്പലിലേക്ക് എത്താൻ സാധിക്കുമോ എന്നത് സൈനിക വിദഗ്ധർക്കിടയിൽ ഇപ്പോൾ തർക്ക വിഷയമായിട്ടിരിക്കുകയാണ്. എങ്കിലും ഡ്രോണുകൾ കൂട്ടത്തോടെ ഉപയോഗിച്ചിട്ടുള്ള സ്വാം അറ്റാക്ക് രീതി പരീക്ഷിച്ചാൽ അത് ഏത് പ്രതിരോധ സംവിധാനത്തെയും വെല്ലുവിളിക്കുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എബ്രഹാം ലിങ്കണ് നേരെ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ ആക്രമണം ലോക സാമ്പത്തിക മേഖലയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഈ സംഘർഷം നടക്കുന്നത്. ഇവിടെ ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്താൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. കൂടാതെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്ക ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനമോ അതോ വളരെ പരിമിതമായ പ്രതികരണമോ ഒരുപക്ഷെ വലിയൊരു പ്രത്യാക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്തെ ചാരക്കണ്ണുകളും സമുദ്രത്തിലെ വമ്പൻ കപ്പലുകളും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയണം. സത്യം എന്തു തന്നെയായാലും ഈ പ്രദേശം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് ഉറപ്പാണ്. ഇറാന്റെ അവകാശവാദങ്ങൾ വെറും പ്രചാരത്തിന് വേണ്ടിയാണോ അതോ അമേരിക്കയ്ക്ക് ശരിക്കും പരിക്കേറ്റോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. സമാധാനം എന്ന വാക്കിന് ലോക ഭൂപടത്തിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വെറും ഒരു യുദ്ധഭീഷണിയല്ല, മറിച്ച് തകർന്നുപോയ ഒരു സാമ്രാജ്യത്തിന്റെ അത്യന്തം അപകടകരമായ തിരിച്ചുവരവാണ്. ദി ഷാഡോ ലീഡർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുസ്തഫ ഖമേനി ഒടുവിൽ തന്റെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുന്നു. ഇറാന്റെ പരമാധികാരിയായി ഇരുന്ന അലി ഖമേനിയുടെ അന്ത്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് മുസ്തഫ ഖമേനി അധികാരമേറ്റത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെയും ആഗോള സമാധാനത്തെയും തകർക്കാൻ പോകുന്ന ഒരു വാർ ഡിക്ലറേഷൻ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോമയിലാണെന്നും കാലുകൾ നഷ്ടപ്പെട്ടു എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ആവർത്തിക്കുമ്പോൾ, മറുവശത്ത് ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പ് ഇത് മുറിക്കുമെന്ന് ഇറാന്റെ അന്ത്യശാസനം വായുവിൽ മുഴങ്ങുകയാണ്. ഇത് വെറും ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ആഗോള ക്രമത്തെ തന്നെ റീസെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ടൈം ബോംബാണ്. ആരാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഖമേനി? ഫെബ്രുവരി 28 നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് ഇറാൻ നൽകുന്ന ഏറ്റവും കടുത്ത മറുപടി ഇതാ വന്നിരിക്കുന്നു. അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റ് വിടുക, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ലോകത്തിന് മുന്നിൽ എന്നേക്കുമായി കൊട്ടിയടയ്ക്കും. മുസ്തഫ ഖമേനിയുടെ ഈ താക്കീത് കേവലം വാക്കുകളല്ല, ഇത് ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ പോകുന്ന ഒരു നീക്കമാണ്. ഇറാന്റെ ഈ അത്യന്തം അപകടകരമായ നീക്കങ്ങളെ കുറിച്ച് പരിശോധിക്കാം. നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് മുസ്തഫ ഖമേനി. ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ എന്നതിലുപരി ഇറാന്റെ ഷാഡോ ഗവൺമെന്റ് നിയന്ത്രിച്ചിരുന്നത് മുസ്തഫയാണെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫ്രണ്ട് ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് നാടകീയമായൊരു ട്വിസ്റ്റ്. താൻ അധികാരം ഏറ്റെടുത്തുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും മുസ്തഫ ഖമേനി ഇതുവരെ പൊതുജനങ്ങൾക്ക് മുന്നിലോ ക്യാമറയ്ക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതാണ് ഇപ്പോൾ ലോകമെങ്ങും വലിയ ചർച്ചകൾക്ക് വഴിമാറുന്നത്. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ ഖമേനിയുടെ പ്രസ്താവന വായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് പറയുന്നത്. ഫെബ്രുവരി 28 നടന്ന ആ കനത്ത ബോംബാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ മുസ്തഫയ്ക്കും മാരകമായിട്ട് പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരം. പല ഇന്റർനാഷണൽ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ലെഗ് ആംപ്യൂട്ടേഷൻ, കാലുകൾ മുറിച്ചു മാറ്റുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം കോമയിലാണെന്ന് പോലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇറാൻ ഇതൊക്കെയും നിഷേധിക്കുന്നുണ്ടെങ്കിലും മുസ്തഫ പുറത്തു വരാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ഫെബ്രുവരിയിലെ ആ കനത്ത ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇറാൻ ഭരണകൂടത്തിന്റെ പുതിയ ഹാർഡ് ലൈൻ അപ്രോച്ചാണ് വ്യക്തമാക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ല എന്നും കണ്ണു തുറന്നാൽ മുന്നിൽ കാണുന്ന USS സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുസ്തഫ തന്റെ പിതാവിനേക്കാൾ അഗ്രസീവായ ഒരു നേതാവായിരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. ഇനി പറയുന്നതാണ് വളരെ സീരിയസ് ആയിട്ടുള്ളത്. ലോകം ഉപയോഗിക്കുന്ന പെട്രോളിയത്തിന്റെ ഏതാണ്ട് 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇതിനെ നമ്മൾ ഗ്ലോബൽ എക്കണോമിക് ചോക്ക് പോയിന്റ് എന്ന് വിളിക്കും. വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ പ്രദേശം ഒന്ന്
അടച്ചാൽ മതി ആഗോള എണ്ണ വിപണി തകിടം മറിയാൻ. ചിന്തിച്ചു നോക്കൂ, പെട്രോൾ വില കുതിച്ചുയരുന്നു, സാധനങ്ങളുടെ വില ഇരട്ടിയാകുന്നു, വിമാനങ്ങൾ സർവീസ് നിർത്തുന്നു. ഇതൊന്നും അതിശയോക്തിയല്ല. മുജ്തബ ഖമീനി തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇതൊക്കെ പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ തലവേദനയാണ്. കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് വരുന്നത്. ആരോഗ്യസ്ഥിതി എന്തു തന്നെയായാലും മുസ്തഫ ഖമീനി അയച്ച പ്രസ്താവനയിലെ പോയിന്റുകൾ ഓരോന്നും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. ഒന്നാമതായിട്ട്, ഹോർമുസ് കടലിടുക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായി തുടർന്നും ഉപയോഗിക്കും. അതായത് ലോകത്തിന്റെ എണ്ണ നീക്കം ഇനിയും തടസ്സപ്പെടും. എണ്ണവില $120 അതിനു മുകളിലേക്കോ കടന്നേക്കാം എന്ന ഭീതിയിലാണ് ഇക്കണോമിസ്റ്റുകൾ. ഇനി രണ്ടാമതായി, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഉടൻ അടച്ചു പൂട്ടണം എന്നുള്ളതാണ് താക്കീത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ നേരിട്ടുള്ള ശത്രുക്കളായി കാണുമെന്ന ഇറാന്റെ പുതിയ നയതന്ത്ര നിലപാട് പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുന്നു. ഇത് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകുന്ന വലിയ വാർണിംഗ് ആണ്. ഖത്തറിലെ അൽ ഉദൈദ് ആകട്ടെ, അതുപോലെ കുവൈറ്റിലെ ക്യാമ്പ് അരിഫ് ജാൻ ആകട്ടെ, എല്ലാം ഇപ്പോൾ ഇറാന്റെ റഡാറിലുണ്ട്. മൂന്നാമതായിട്ട്, തന്റെ അച്ഛന്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മരണത്തിന് പകരം ചോദിക്കുമെന്നത് ഉറച്ച തീരുമാനമാണ്. പ്രത്യേകിച്ചും മീനാബിലെ സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കടുത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാലാമതായിട്ട്, ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ഭിന്നതകൾ മറന്ന് എല്ലാവരും ഒന്നിക്കണം, ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുമെന്ന സൂചനയും ഇതിലുണ്ട്. 5, പശ്ചിമേഷ്യയിൽ മാത്രമല്ല അമേരിക്കയ്ക്ക് പരിചയമില്ലാത്ത പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമെന്ന് ഖമീനി താക്കീത് നൽകുന്നുണ്ട്. ഇത് സൈബർ ആക്രമണമോ അതോ യൂറോപ്പിലെ സ്ലീപ്പർ സെല്ലുകളുടെ നീക്കമോ ആവാം. ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്, ഒപ്പം പ്രകോപനപരവുമാണ്. ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് അമേരിക്കൻ സൈന്യം പടിയിറങ്ങണം. ഇതിനകം തന്നെ മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ നടന്ന ചാവേർ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും നാം കണ്ടു. പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടായാൽ അതൊരു രാജ്യത്ത് മാത്രം ഒതുങ്ങില്ല. റഷ്യയും ചൈനയും ഇറാനൊപ്പം ചേരുമോ എന്ന ഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും. ഫെബ്രുവരി ലാസ്റ്റിന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ അതിശക്തമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും തകർക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇറാൻ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കാൻ മുസ്തബയുടെ നേതൃത്വത്തിൽ അവർ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു ഈഗോ പോരാട്ടമല്ല, മറിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ആവുകയാണ്. സാഹചര്യം അത്യന്തം സങ്കീർണമാണ്. ഒരു വശത്തെ അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രം, മറുവശത്തെ ഇറാന്റെ മാക്സിമം റെസിസ്റ്റൻസ്. ഇതിനിടയിൽ പെട്ടുപോകുന്നത് ലോകത്തിലെ സാധാരണ ജനങ്ങളാണ്. 1979 ഇസ്ലാമിക് റെവല്യൂഷന് ശേഷമുള്ള ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ നയതന്ത്രം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മുജ്തബ ഖമീനി ഒരു അദൃശ്യനായ നേതാവായിട്ടിരുന്ന് യുദ്ധം നയിക്കുമ്പോൾ വാഷിംഗ്ടണും ടെലവീവും എങ്ങനെ പ്രതികരിക്കും? ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുമോ? അമേരിക്ക തങ്ങളുടെ സൈനികരെ പിൻവലിക്കുമോ? അതോ ലോകം ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ? സമാധാനത്തിനുള്ള വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളായിരിക്കും. ലോക ഭൂപടത്തിൽ മിഡിൽ ഈസ്റ്റ് അഥവാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്ന പേരാണ് ഇറാനിന്റേത്. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ ഈ രാജ്യങ്ങളെല്ലാം പലപ്പോഴും ഒരേ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാറുമുണ്ട്. ഇനി നമ്മളിൽ പലരും ഒരു വലിയ തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്നുണ്ട്, ഇറാൻ ഒരു അറബ് രാജ്യമാണെന്ന്. എന്നാൽ ചരിത്രപരമായും ഭാഷാപരമായും വംശീയമായും ഇറാൻ ഒരു അറബ് രാജ്യമേ അല്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സൗദി, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്കൊപ്പം പേര് കേൾക്കുന്നത് കൊണ്ടും ഇസ്ലാം മതം ഉള്ളതുകൊണ്ടും പലരും ഇത് തെറ്റായി കരുതുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേർഷ്യൻ നാഗരികതയുടെ പിൻഗാമികളായ ഇറാനികൾക്ക് തങ്ങളുടെ തനിമയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഇനി ഇറാൻ എന്തുകൊണ്ട് ഒരു അറബ് രാജ്യമല്ലെന്നും പേർഷ്യൻ സത്വത്തിന്റെ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അല്പം ചരിത്രവും. സത്യത്തിൽ ഇറാൻ പേർഷ്യക്കാരുടെ നാടാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേർഷ്യൻ നാഗരികതയുടെ പിൻഗാമികളാണവർ. ഇറാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലാൻഡ് ഓഫ് ആര്യൻസ്, ആര്യന്മാരുടെ നാട് എന്നാണ്. 6ാം നൂറ്റാണ്ടിലെ സൈറസ് ചക്രവർത്തിയുടെയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും പിൻഗാമികളാണവർ. സൈറസ് ചക്രവർത്തി സ്ഥാപിച്ച ആക്കിമെനഡ് സാമ്രാജ്യം അക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണകൂടങ്ങളിൽ ഒന്നായിരുന്നു. സിന്ധു നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ വ്യാപിച്ചു കിടന്ന ഈ സാമ്രാജ്യം കല, വാസ്തുവിദ്യ, ഭരണം എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചു. അതേസമയം അറബ് സ്വത്വം ഉടലെടുത്തത് അറേബ്യൻ ഉപദ്വീപിലാണ്. ഗോത്രവർഗ സ്വഭാവമുള്ള അറബ് ജനത തങ്ങളുടേതായ ഭാഷയും ആചാരങ്ങളും പിന്തുടർന്ന് മരുഭൂമികളിൽ വസിച്ചു പോന്നു. പേർഷ്യ ഒരു വശത്ത് വലിയ നഗരങ്ങളും ഭരണക്രമങ്ങളും കെട്ടിപ്പടുക്കുമ്പോൾ മറുവശത്ത് അറേബ്യൻ ഉപദ്വീപ് മറ്റൊരു സാംസ്കാരിക പശ്ചാത്തലത്തിലായിരുന്നു വളർന്നത്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വംശീയമായി അവർ വേറിട്ട് തന്നെ നിന്നു.
പെർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പെർസെപോളിസിലെ ശിലാചിത്രങ്ങളിൽ ഇന്നും തെളിയുന്നത് ഈ വ്യതിരിക്തമായ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. ഇറാനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയുടെ പ്രധാന കാരണം അവരുടെ ലിപിയാണ്. ഉറുദുവിനെ പോലെ പെർഷ്യൻ ഭാഷ അഥവാ ഫാഴ്സി എഴുതുന്നതും അറബി ലിപി ഉപയോഗിച്ചാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് ഇത് ഒരേ ഭാഷയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവ രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഭാഷാപരമായിട്ട് നോക്കിയാൽ അറബി ഒരു സെമിറ്റിക് ഭാഷയാണ്. ഹീബ്രു, അരാമിക് എന്നിവയുമായിട്ടാണ് ഇതിന് കൂടുതൽ സാമ്യം. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക ഭാഷയായ ഫാഴ്സി, പേർഷ്യൻ ലാംഗ്വേജ്, ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയാണ്. ലിപി അറബി ആണെങ്കിലും ഭാഷ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ മലയാളം ഉൾപ്പെടുന്ന ദ്രാവിഡ ഭാഷാ കുടുംബം അല്ലെങ്കിലും സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളുമായാണ് പേർഷ്യൻ ഭാഷയ്ക്ക് ഫാഴ്സിക്ക് കൂടുതൽ സാമ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളായ സൗദിയോടും UAE-യോടും അവർക്ക് ഒരു തരം വംശീയമായ മത്സര ബുദ്ധിയുമുണ്ട്. ഈ പേർഷ്യൻ ഐഡന്റിറ്റിയാണ് ഇറാന്റെ ഓരോ നീക്കത്തിന് പിന്നിലുമുള്ളത്. ഒരു അറബി സംസാരിക്കുന്ന വ്യക്തിക്ക് ഫാഴ്സി മനസ്സിലാക്കാൻ കഴിയില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ റോമൻ ലിപിയിൽ എഴുതുന്നു എന്നതുകൊണ്ട് അത് ലാറ്റിൻ ഭാഷയാകുന്നില്ല. അതുപോലെ തന്നെയാണ് പേർഷ്യൻ ഭാഷയുടെ കാര്യവും. 7-ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശത്തിന് ശേഷമാണ് പേർഷ്യയിൽ അറബി ലിപി പ്രചാരത്തിൽ വന്നത്. എന്നിരുന്നാലും ഫിർദൌസിയെ പോലെയുള്ള വിശ്വപ്രസിദ്ധമായ കവികൾ തങ്ങളുടെ കാവ്യങ്ങളിലൂടെ പേർഷ്യൻ ഭാഷയെ അറബിക് പദങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ചു. ഇന്നും ഇറാനികളുടെ അഭിമാനത്തിന്റെ അടയാളമാണ് അവരുടെ മനോഹരമായ ഭാഷ. മറ്റൊരു പ്രധാന ആശയക്കുഴപ്പം മതത്തെ മുൻനിർത്തിയുള്ളതാണ്. ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിങ്ങളായതുകൊണ്ട് അവർ അറബികളാണെന്ന് പലരും കരുതുന്നു. എന്നാൽ മതം വംശീയതയെ നിർണ്ണയിക്കുന്നില്ല. ഇന്തോനേഷ്യയിലോ പാകിസ്ഥാനിലോ ഉള്ള മുസ്ലിംസ് അറബികളല്ലാത്തതുപോലെ തന്നെയാണ് ഇറാനികളും അറബികളല്ല. ഇറാനിലെ 60% ആളുകൾ പെർഷ്യൻ വംശജരാണ്. ബാക്കിയുള്ളവർ കുർദുകൾ, അസീറികൾ, ലൂറുകൾ തുടങ്ങിയ വിഭാഗങ്ങളാണ്. ഇറാനിലെ വെറും 2% വരുന്ന ആളുകൾ മാത്രമാണ് വംശീയമായി അറബികളായിട്ടുള്ളത്. ഇതുകൂടാതെ ഇസ്ലാം മതത്തിനുള്ളിലെ വിഭാഗീയതയും ഈ വേർതിരിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ അറബ് രാജ്യങ്ങളിലും സുന്നി വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളപ്പോൾ ഇറാനിൽ ഷിയ വിഭാഗത്തിനാണ് പ്രാധാന്യം. ഈ മതപരമായ വ്യത്യാസത്തിനൊപ്പം പെർഷ്യൻ എന്ന തനിമയും ചേരുമ്പോൾ ഇറാൻ അറബ് ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാംസ്കാരിക ദ്വീപായി മാറുന്നു. പേർഷ്യൻ നൗറൂസ്, അതായത് പുതുവർഷം പോലുള്ള ആഘോഷങ്ങൾ ഇറാനികൾ ഇന്നും ആവേശത്തോടെ ആഘോഷിക്കുന്നത് തങ്ങളുടെ പുരാതനമായ സംസ്കാരത്തോടുള്ള ആദരസൂചകമായിട്ടാണ്. 7-ാം നൂറ്റാണ്ടിൽ അറബ് സൈന്യം പെർഷ്യ കീഴടക്കിയപ്പോൾ അവിടുത്തെ ഔദ്യോഗിക മതമായിരുന്ന സൗരാഷ്ട്രിയൻ മതം മാറ്റപ്പെടുകയും ഇസ്ലാം പ്രചരിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ പലയിടങ്ങളിലും ഇത്തരം അധിനിവേശങ്ങൾ നടന്നപ്പോൾ പ്രാദേശിക സംസ്കാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും അവർ അറബ് വംശജരായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്ത്, ലിബിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരു കാലത്ത് അറബികളായിരുന്നില്ല. എന്നാൽ കാലക്രമേണ അവർ അറബി ഭാഷയും സംസ്കാരവും സ്വീകരിച്ച് അറബ് ലോകത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ പെർഷ്യ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പെർഷ്യക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും തങ്ങളുടെ ഭാഷയോ കലയോ ഭരണക്രമങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സ്ഥിര കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും അറബ് ഭരണാധികാരികളെ പെർഷ്യൻ രീതികൾ പഠിപ്പിക്കുകയും ചെയ്തു. അറബികൾ പെർഷ്യയെ കീഴടക്കി, എന്നാൽ പെർഷ്യക്കാർ അറബികളെ സാംസ്കാരികമായി കീഴടക്കി എന്നൊരു ചൊല്ലു തന്നെ ചരിത്രത്തിലുണ്ട്. അബ്ബാസിദ് ഖിലാഫത്തിന്റെ കാലത്ത് പെർഷ്യൻ സ്വാധീനം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. ഇതാണ് ഇറാനെ ഇന്നും ഒരു അറബ് രാജ്യമായി മാറുന്നതിൽ നിന്ന് തടഞ്ഞ പ്രധാന ഘടകം. ഈ വംശീയമായ വേർതിരിവ് വെറും ഒരു ചരിത്ര പഠനമല്ല, മറിച്ച് ഇന്നത്തെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം കൂടിയാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം പലപ്പോഴും മതപരമായ സുന്നി ഷിയ ഇങ്ങനെയൊരു തർക്കമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ വലിയൊരു വംശീയ കിടമത്സരം കൂടിയുണ്ട്. അറബ് ലോകത്തെ നയിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സൗദി അറേബ്യ കരുതുമ്പോൾ തങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സാമ്രാജ്യത്വ പാരമ്പര്യം ഉയർത്തിക്കാട്ടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മേഖലയിലെ സഖ്യങ്ങൾ രൂപപ്പെടുന്നതിലും ഈ ഒരു പേർഷ്യൻ അറബ് വികാരം പ്രതിഫലിക്കാറുണ്ട്. പല അറബ് രാജ്യങ്ങളും ഇറാനെ ഒരു വിദേശ ശക്തിയായിട്ടാണ് കാണുന്നത്. ഈ ബോധ്യം രാഷ്ട്രീയമായ തീരുമാനങ്ങളെയും സൈനിക നീക്കങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ ഒരു അറബ് രാജ്യമായി മുദ്രകുത്തുന്നത് അവരുടെ ചരിത്രപരമായ പോരാട്ടങ്ങളെയും സാംസ്കാരികമായ പ്രത്യേകതകളെയും വിസ്മരിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, മിഡിൽ ഈസ്റ്റിലാണെന്നത് കൊണ്ട് മാത്രം ഒരു രാജ്യം അറബ് രാജ്യമാകുമോ? ഒരിക്കലുമില്ല. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഇറാൻ. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇറാൻ ഒരു അറബ് രാജ്യമല്ല. അവരുടെ മനോഹരമായ ഫാഴ്സി ഭാഷയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെർഷ്യൻ കലകളും തലയുയർത്തി നിൽക്കുന്ന അവരുടെ ചരിത്രവും എല്ലാം ഇറാനെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ്.
ഓരോ ജനതയ്ക്കും തങ്ങളുടെ സ്വത്വം മുറുകെ പിടിക്കാൻ അവകാശമുണ്ട്. ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ആ കരുത്ത് അവരുടെ പെർഷ്യൻ വേരുകളാണ്. അറബ് ലോകത്തെ അവർ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് അഭിമാനത്തോടെ പറയാൻ അവർക്ക് ഒട്ടും മടിയില്ല. അതുകൊണ്ട് ഇനി ഇറാനെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതൊരു വെറും മരുഭൂമിയിലെ രാജ്യം മാത്രമാണെന്ന് കരുതരുത്. അത് സൈറസ് ചക്രവർത്തിയുടെയും ഫിർദൌസി എന്ന മഹാകവിയുടെയും ഒക്കെ പാരമ്പര്യം നെഞ്ചിലേറ്റുന്ന പെർഷ്യൻ കരുത്താണ്. നമ്മുടെ ഭാരതവുമായിട്ട് പെർഷ്യയ്ക്ക് എത്ര കാലത്തെ ബന്ധമുണ്ടെന്നറിയാമോ? നമ്മുടെ ഭാഷയിലും കലയിലും ഭരണത്തിലുമൊക്കെ പെർഷ്യൻ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാന്റെ ഈ സാംസ്കാരിക തനിമയെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ തന്നെ ചരിത്രത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നതാണ് വാസ്തവം. നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധക്കപ്പലുകളെയും മിസൈലുകളെയും കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രകൃതി അതിന്റെ ഭീകരമായ മറ്റൊരു ആയുധത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നോർത്ത് സീ, ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ കടൽ എന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെ കിലോമീറ്ററുകളോളം ആഴത്തിൽ നൂറ്റാണ്ടുകളായി ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീകര രഹസ്യം ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പമുള്ളൊരു ആസ്ട്രോയിഡ് ചിഹ്നഗ്രഹം സെക്കൻഡിൽ കിലോമീറ്ററുകൾ വേഗതയിൽ വന്ന് നോർത്ത് സീയിൽ പതിച്ചാൽ എന്ത് സംഭവിക്കും? 330 അടി ഉയരത്തിൽ, അതായത് ലണ്ടനിലെ ബിഗ് ബെൻ ടവറിനേക്കാൾ ഉയരമുള്ള ഒരു രാക്ഷസ സുനാമി യൂറോപ്പിന് നേരെ പാഞ്ഞെടുത്താൽ എന്താകും അവസ്ഥ? 600 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ നടുക്കുന്ന സത്യം ഇപ്പോൾ ലബോറട്ടറികളിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സിൽവർ പിറ്റ് ക്രേറ്റർ എന്ന ആ നിഗൂഢ ഗർത്തം. 20 വർഷത്തോളം ശാസ്ത്രജ്ഞർ ഇതിനെ അജ്ഞാത ഗർത്തം എന്ന് വിളിച്ചു. കടലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയതാണോ അതോ ഗ്യാസ് പുറത്തേക്ക് തള്ളിയതാണോ എന്നവർ തർക്കിച്ചു. എന്നാൽ സത്യം അതിലും ഭയാനകമായിരുന്നു. ഇത് വെറും ഒരു മണ്ണ് വീഴ്ചയല്ല, അതൊരു മഹാപ്രളയത്തിന്റെ അടയാളമാണ്. എന്താണ് സിൽവർ പിറ്റ്? എന്താണെന്ന് സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ഈ ക്രേറ്ററിനെ കുറിച്ച് കേട്ടു തുടങ്ങുന്നത് 2002-ലാണ്. പെട്രോളിയത്തിന് വേണ്ടി നോർത്ത് സീയിൽ ഡ്രില്ലിംഗ് നടത്തിയ ജിയോളജിസ്റ്റുകളാണ് അവിടുത്തെ കടലിന്റെ അടിത്തട്ടിൽ വിചിത്രമായൊരു രൂപം കണ്ടെത്തിയത്. ഏകദേശം 20 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ വട്ടം. അന്നു മുതൽ ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു വലിയ തർക്കം നടക്കുകയാണ്. ഇത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായതാണോ അതോ കടലിനടിയിൽ ഗ്യാസ് പുറത്തേക്ക് തള്ളിയപ്പോൾ രൂപപ്പെട്ടതാണോ എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട്, ആഘാതം തന്നെയാണ് ഇതിന് കാരണമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടെത്തിയ സൈമൺ സ്യൂവർട്ടും ഫിലിപ്പ് എലനും വർഷങ്ങളോളം തങ്ങളുടെ വാദത്തിൽ ഉറച്ചുനിന്നു. ഇന്ന് 2026-ൽ അത്യാധുനിക 3D സീസ്മിക് ഡേറ്റ ഉപയോഗിച്ച് അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ആഘാതം എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടിയിടി ആയിരുന്നില്ല, അതൊരു ഹൊറർ സീൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ആ ആസ്ട്രോയിഡിന്റെ ശക്തി തിരിച്ചറിയേണ്ടത്. അതായത് ആ ആയുധത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും വലുപ്പമുള്ള പാറക്കല്ല് ആകാശത്ത് നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഊർജം എത്രമാത്രമായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? ആയിരക്കണക്കിന് ഹിരോഷിമ ബോംബുകൾ ഒന്നിച്ചു പൊട്ടുന്ന അത്രയും ആഘാതം. നോർത്ത് സീയിൽ ഇത് വന്നിടിച്ച നിമിഷം കടൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും. ആ ആഘാതത്തിൽ കടലിന്റെ അടിത്തട്ടിലുള്ള കളിമണ്ണും പാറകളും ഒരു ദ്രാവകം പോലെ ഒഴുകാനും തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മണ്ണ് മുകളിലേക്ക് തെറിച്ചു, വായുവിൽ തീഗോളങ്ങൾ ഉയർന്നു. പക്ഷേ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല, ആ ആഘാതം സൃഷ്ടിച്ച സുനാമിയാണ്. പഠനങ്ങൾ പറയുന്നത് ഈ ആഘാതം ഏകദേശം 100 മീറ്റർ, അതായത് 330 അടി ഉയരമുള്ള തിരമാലകളെ സൃഷ്ടിച്ചു എന്നാണ്. ലണ്ടനിലെ പ്രസിദ്ധമായ ബിഗ് ബെൻ ക്ലോക്ക് ടവറിന്റെ ഉയരം ഏകദേശം 315 അടിയാണ്. അതായത് ആ ടവറിനെയും മറികടക്കുന്ന തിരമാലകൾ ഇംഗ്ലണ്ടിന്റെയും ഡെൻമാർക്കിന്റെയും നോർവേയുടെയും തീരങ്ങളിലേക്ക് മണിക്കൂറുകളിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെടുത്തു. യൂറോപ്പിലെ പകുതിയോളം വൻകരകൾ അന്ന് കടലിനടിയിലായിരുന്നുവെന്ന് ചുരുക്കം. ഇന്ന് 2026-ൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അന്ന് യൂറോപ്പിന്റെ ഭൂപടം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. എങ്കിലും ഇങ്ങനെയൊരു ആഘാതം ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ ലണ്ടൻ, പാരീസ്, ആംസ്റ്റർഡാം തുടങ്ങിയ നഗരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. സിൽവർ പിറ്റ് ക്രേറ്റർ നമുക്ക് നൽകുന്ന വലിയ വാർണിംഗ് ഇതാണ്: നമ്മുടെ ഗ്രഹം ഇപ്പോഴും സുരക്ഷിതമല്ല. സിൽവർ പിറ്റ് ക്രേറ്ററിന് ചിക്സ്ലബ് ക്രേറ്ററുമായി അടുത്ത ബന്ധമുണ്ടെന്നും ശാസ്ത്രജ്ഞർ സംശയിക്കുന്നുണ്ട്. അതായത് ഡിനോസറുകളെ ഇല്ലാതാക്കിയ ആ ഭീമൻ ആസ്ട്രോയിഡ് വീണ അതേ കാലഘട്ടത്തിൽ തന്നെയാണോ ഇതും സംഭവിച്ചത്? അതോ ഒരേ സമയം ഒന്നിലധികം പാറക്കല്ലുകൾ ഭൂമിയിലേക്ക് പതിച്ചതാണോ? ഇതൊരു മൾട്ടിപ്പിൾ ഇമ്പാക്ട് ഇവന്റ് ആണോ എന്നതിനെക്കുറിച്ച് ഗവേഷണം ഇപ്പോഴും നടക്കുകയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കപ്പലുകളും മിസൈലുകളും മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങളാണ്. എന്നാൽ പ്രകൃതിയുടെ ഒരു മിസൈൽ വന്നാൽ നമ്മുടെ ഏത് ആന്റി മിസൈൽ സിസ്റ്റത്തിന് അതിനെ തടയാൻ കഴിയും? സിൽവർ പിറ്റ് ക്രേറ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എത്ര ചെറിയവരാണ് എന്നാണ്. ഇന്ന് മാർച്ച് 13. ഇന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നോർത്ത് സീയിലെ എണ്ണ പര്യവേക്ഷണങ്ങളിൽ നിന്ന് ഈ ക്രേറ്ററിനെ പറ്റി കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ പാറകളുടെ അടുക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ആഘാതത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെ കാണാം. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഈ കാലത്ത് പോലും കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ഈ മുറിവുകൾ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു.
സിൽവർ പിറ്റ് ക്രേറ്റർ രഹസ്യം ഇപ്പോൾ പുറത്തു വരുന്നത് ശാസ്ത്രത്തിന് വലിയൊരു നേട്ടമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാനും ഇത് നമ്മെ സഹായിക്കും. ലോകത്തെ ഏറ്റവും അപകടകരമായ കടലിനടിയിൽ ഇനിയും എത്രയെത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ UAE-യിലെയും ഗൾഫിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മതി നിങ്ങളെ അഴികൾക്കുള്ളിലാക്കാൻ. ആകാശത്ത് നിന്ന് മിസൈലുകൾ പാഞ്ഞു വരുമ്പോഴോ എവിടെയെങ്കിലും സ്ഫോടനം നടക്കുമ്പോഴോ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ശ്രമിച്ചാൽ UAE-യിലെ കടുത്ത നിയമങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഇന്ന് പുറത്തുവിട്ട ആ മുന്നറിയിപ്പിന് പിന്നിലെ സത്യം എന്താണ് പരിശോധിക്കാം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം UAE-യിലെ ഇന്ത്യൻ എംബസി ഒരു ഔദ്യോഗിക അഡ്വൈസറി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ യുദ്ധ സാഹചര്യത്തിൽ സെൻസിറ്റീവായ ഒരു ദൃശ്യവും ക്യാമറയിൽ പകർത്താനോ ഷെയർ ചെയ്യാനോ പാടില്ല. പലപ്പോഴും ഡ്രോണുകളോ മിസൈലുകളോ ആകാശത്ത് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഫോൺ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ UAE-യുടെ സൈബർ നിയമങ്ങൾ പ്രകാരം ഇത് വലിയ കുറ്റമാണ്. പ്രിവസി ഓഫ് ദി കൺട്രീസ് സെക്യൂരിറ്റി ഇതിനെ ബാധിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ വീസ റദ്ദാക്കാനും നാട് കടത്താനും കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ ടെൻഷൻ അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നത് പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഡ്രോണുകളും മിസൈലുകളും വെറും ഒരു ആയുധമല്ല, അവ പ്രിസിഷൻ കില്ലേഴ്സ് ആണ്. ഇത്തരം ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശത്രു രാജ്യങ്ങൾക്ക് അവരുടെ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോ ഒരുപക്ഷെ ശത്രുവിന് നൽകുന്ന ബാറ്റിൽ ഡാമേജ് അസസ്മെന്റായി മാറിയേക്കാം. ഇതുകൊണ്ടാണ് UAE ഗവൺമെന്റ് ഇത്തരം ദൃശ്യങ്ങൾക്ക് കടുത്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവാസികളും ബാധ്യസ്ഥരാണ്. ഒരു ചെറിയ വീഡിയോ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, സൈനിക താവളങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്ഥലങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കരുത്. 2, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. മൂന്നാമതായിട്ട്, ആധികാരികമല്ലാത്ത വാർത്തകൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യരുത്. 4, UAE-യിലെ സൈബർ നിയമങ്ങൾ വളരെ കടുപ്പമേറിയതാണ്, അവ പാലിക്കാൻ ശ്രദ്ധിക്കുക. 5, യുദ്ധ സാഹചര്യങ്ങളിൽ അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ മാത്രം പിന്തുടരുക. പുതിയ വാർത്തകൾ പ്രകാരം UAE അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം എന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. എംബസിയുടെ ഈ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പാലിക്കുക. ഒരു ചെറിയ പിഴവ് മതി നിങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനം ഇല്ലാതെയാക്കാൻ. എത്രയൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ വാർത്തകളാണെങ്കിലും അതിനിടയിലും നമ്മൾ പ്രത്യാശ കൈവിടരുത് എന്നതാണ് വാസ്തവം. ചരിത്രമായാലും ശാസ്ത്രമായാലും കൂടുതൽ അറിവ് നേടുന്നത് നമ്മളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാനാണ് സഹായിക്കുന്നത്. യുദ്ധകാഹളങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇടയിൽ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ മനുഷ്യന് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓർക്കുക, പ്രതിസന്ധികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്, അവയർനെസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം. സുരക്ഷിതരായിരിക്കുക, അറിവുകൾ പങ്കുവയ്ക്കുക, പരസ്പരം താങ്ങാകുക. നല്ലൊരു നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.